ഇപ്പം ഭയങ്കര കടിയമ്പട്ടിയാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് 79 മൈല്. ബാത്റൂമിന് മാത്രമില്ലല്ലോ. ഈ വണ്ടിയുടെ പുറകിലുള്ള സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ. ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മളുണ്ടല്ലോ UK കോൺവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോവാണ്. വണ്ടിക്കകത്ത് ചൂണ്ടയും കാര്യങ്ങളും എല്ലാം സെറ്റാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി പോകുന്നത് UK കോൺവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബോട്ട് ഫിഷിങ്ങിനാണ്. കടലിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് UK വിശേഷങ്ങളും അതുപോലെ നമുക്ക് ഇവിടുന്ന് ഏകദേശം 6.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ആ ഒരു വഴിയും കോൺവാൾ എന്ന് പറയുന്ന സ്ഥലമൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഒറ്റയ്ക്കല്ല പോകും, നമ്മുടെ 2 ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അഞ്ചു കയറിക്കോ. ഇപ്പൊ സമയമുണ്ടല്ലോ രാവിലെ 9:30 നമുക്കിന്ന് വൈകിട്ട് 4 മണിക്കാണ് അവിടെ ചെക്ക് ഇൻ അല്ലേ. വണ്ടിയൊക്കെ ഫുൾ സെറ്റാണ്. നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഫുഡ് കിട്ടിയെന്ന് വരത്തില്ല. ഫുഡ് കിട്ടും, ആക്ച്വലി ഇവരുടെ ഫുഡ് നമുക്ക് ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല കേട്ടോ. നല്ല ഫുഡാണ്, ഫുഡ് മോശമാണെന്നല്ല. നമ്മൾ ഈ ചോറും കറിയൊക്കെ തന്നെ ശീലിച്ചുകൊണ്ട് നമുക്ക് ചിലപ്പോഴേക്ക് അത്ര ഫില്ലിംഗ് ആയിട്ട് തോന്നത്തില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ബോട്ട് ഫിഷിങ്ങിന്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ബോട്ട് ഹയർ ചെയ്യാം രാവിലെ തൊട്ട് ഉച്ച വരെ. അപ്പോൾ അതിൽ നമുക്ക് 10 പേർക്ക് വരെ പോകാം. പക്ഷെ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. കടലിന്റെ ഉള്ളിൽ റീഫിലാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. എവിടെ ഇടണ്ടേ? ഇവിടെ കയറിയിട്ടെ. അപ്പൊ നമ്മള് 4 പേരും കൂടിയാ പോകുന്നത്, അജയ് ആൻഡ് ദിബു. ഓ, വണ്ടി അൺലോക്ക് ചെയ്യാം കേട്ടോ. സോറി എല്ലാം കയറിക്കോ. അപ്പൊ നമ്മളുണ്ടല്ലോ വണ്ടിക്കകത്ത് സാധനം കയറ്റാൻ വേണ്ടി പോവാണ്. നമ്മൾ ഏകദേശം ഒരു 2 മണി 3 മണിയാകും കോൺവാൾ ചെല്ലുമ്പോഴേക്കും. അവിടെ നമ്മളൊരു Airbnb ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഹോൾ വീടാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, 2 ബെഡ്റൂമിന്റെ. ദിബു എല്ലാ സാധനവും റെഡി അല്ലേ? പിന്നെ ബീച്ച് ഫിഷിംഗ് പിന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫിഷിംഗും എല്ലാ ആക്ടിവിറ്റീസ് നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ നമ്മുടെ ടൈം ഫ്രെയിമിൽ ചെയ്യും കേട്ടോ. അപ്പൊ പോയാലോ. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറായി. നമ്മൾ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഇതുണ്ടോ, നമുക്ക് ഇവിടെ വന്നപ്പോഴേക്കും പെട്രോളും ഡീസലും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി പെട്രോളാണ്. അപ്പോൾ നമ്മൾ തുറക്കുക, നമ്മൾ അടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കൗണ്ടർ നമ്പർ ഓർത്ത് വെച്ചിട്ട് അതിനകത്ത് നിങ്ങൾ ഇവിടെ കണ്ടോ, അവിടെ ഒരു ചെറിയ ഷോപ്പ് പോലെയുണ്ട്. അവിടെ കൗണ്ടറിൽ നമുക്ക് പേ ചെയ്യാം. ചിലതാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പേ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഇവിടെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോകുന്നത്. അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ട് എല്ലാവർക്കും. ഈ വണ്ടിയുടെ പുറകിലുള്ള സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോണേ, നമ്മുടെ വണ്ടിയുടെ പുറകിൽ നിന്നുണ്ട് ഫുൾ സാധനം പാക്ഡ് ആണ്. ഇതെൻ്റെ ചൂണ്ട, അതുപോലെ നമുക്ക് അത്യാവശ്യമുള്ള ഫുഡ്, പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 12:30 കഴിക്കാനുള്ള സമയം ആയിട്ടില്ല. പിന്നെ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ. ആർക്കെങ്കിലും ചായ കുടിക്കണോ? കോസ്റ്റ കോഫി ഡേ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉള്ള സാധനം വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കോഫിക്ക് വരുന്ന ഏകദേശം 3 പൗണ്ടാണ്. 3 പൗണ്ട് എന്ന് പറയുമ്പോഴേക്കും 3+something അല്ലേ. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 340 രൂപ അല്ലേ. നമ്മൾ ഈ ഒരു കാപ്പി കുടിച്ചതിന് ശേഷം നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് നിർത്തുന്ന ഈ പറഞ്ഞ പോലെ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടായിരിക്കും. 4 മണിക്കൂർ യാത്രയുണ്ട്. മോട്ടോർ വേയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. മോട്ടോർ വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാഷണൽ ഹൈവേ പോലെ ഇവിടുത്തെ നാഷണൽ ഹൈവേ അല്ലേ. ഇവിടുത്തെ നാഷണൽ ഹൈവേ. അവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 70 miles/hour ആണ്. അതായത് നമുക്ക് ഏകദേശം 120 km/h നമുക്ക് ട്രാവൽ ചെയ്യാം മാക്സിമം. അപ്പൊ ഞാൻ ഇവിടുത്തെ മോട്ടോർ വേ കാണിച്ചു തരാം കേട്ടോ. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. എന്റെ അടുത്ത് ഒത്തിരി എന്റെ ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു, നമ്മൾ നാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ട് ഇവിടെ UK വന്നിട്ട് വണ്ടി ഓടിക്കാൻ പാടായിരുന്നു എന്ന്. സത്യം പറയാലോ, ഇവിടെ വന്നിട്ട് വണ്ടി ഓടിക്കാണ്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ റൂൾസ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സുഖമാണ് വണ്ടി ഓടിക്കേണ്ടത്. കാര്യം എല്ലാവരും റൂൾസ് ഫോളോ ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് കേട്ടോ, നമ്മളിനി M5 മേർജ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നമ്മളിത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് 79 മൈല്, അതായത് ഏകദേശം 150-160 കിലോമീറ്റർ ഈ ഒരു M5 തന്നെയാണ് പോകേണ്ടത്. Years in this lane, there's no stopping this flame. Cause I came to the game and I changed it to play how I like, rearranged it to my own domain. Yeah, I got what it takes, made lots of mistakes, taking shots, skipping breaks, feeling lost, feeling great, popping off, singing straight, never stopped, never changed. All the squad here to play and I've got some. നമ്മളിപ്പോൾ പോകുന്നത് ഇതിന്റെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ലൈൻ ആണ്. 3 ലൈൻ ഉണ്ട് കേട്ടോ. അങ്ങേയറ്റത്തെ ലൈൻ ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് ആണ്. അവിടെ നമ്മളിപ്പോൾ ഏതെങ്കിലും വണ്ടി നമുക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിലോ നമുക്ക് കുറച്ച് സ്പീഡിൽ പോകണമെങ്കിലാണ് നമ്മൾ ആ ഒരു ട്രാക്ക് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും മിഡിൽ ലൈനോ അല്ലെങ്കിൽ ലെഫ്റ്റ് ലൈനിലോ ആണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ 2 സൈഡിലും ഈ പറഞ്ഞതുപോലെ വീടുകളൊന്നും ഉള്ള സ്ഥലമല്ല. ഇത് ഇച്ചിരി കൺട്രി സൈഡാണ്. ഒരു ഔട്ട്സ്കേർട്സ് കൂടിയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ബർമിംഗ്ഹാമിന്റെ. ഇതിപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്ന വെൽഫെയർ. എങ്ങനെയുണ്ട്? രസമല്ലേ? നമ്മൾ ആ ഒരു വലിയ വണ്ടി തന്നെ നോക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ഇതുപോലത്തെ ലോങ് ട്രിപ്പുകൾ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഇത് ഇത്രയും ലെഗ് റൂം ഉണ്ട് നമുക്ക്.
അതുപോലെ തന്നെ ഇതുണ്ട്. ബാക്കിലാണെങ്കിലും ഇത്രയും ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയൊരു കിച്ചണും കൂടെ വേണമെങ്കിൽ തുടങ്ങാൻ തോന്നുന്നു. ഇവിടെ ഒരു ചെറിയൊരു കിച്ചണും കൂടെ വേണമെങ്കിൽ തുടങ്ങാൻ പറ്റും. എല്ലാ സാധനവും ഉണ്ട്. അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ സമയം 2 മണിയായിട്ടുണ്ട്. 2 മണി 2:15 നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു പാർക്കിംഗ് ഇല്ല, അതായത് ഒരു സർവീസിൽ വണ്ടി കയറ്റി കേട്ടോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. അതായത് നാളെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, എങ്ങും പാർക്കിംഗ്, ഇഷ്ടംപോലെ വണ്ടിയുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇനിയിപ്പോ ഉണ്ടല്ലോ നമ്മളിതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു സ്പേസിലാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് മക്ഡോണൽസോ അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും. ഇതുണ്ട് മക്ഡോണൽസ് ഉണ്ട്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ലഞ്ച് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇതുണ്ടോ, ഒരു പട്ടിയായിട്ട് പോകുന്നുണ്ടോ? ഇവർ വെക്കേഷൻ പോകുമ്പോഴേക്കും ഉണ്ടല്ലോ, ഇവർ വീട്ടിലുള്ള ഇതുണ്ട്, എല്ലാവരുടെ കയ്യിലും പട്ടി എടുത്തിട്ടുണ്ട്. അവിടെ ഒരു പട്ടിയുണ്ട്, അതുപോലെ അവിടെ ഒരു പട്ടിയുണ്ട്, എല്ലാവരുടെയും പട്ടിയുണ്ട് കേട്ടോ. ഞാൻ ഈ പുറത്തിറങ്ങിയിട്ട് ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല അന്തരീക്ഷമാണ്. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും വീട്ടിൽ നിന്നാണെങ്കിൽ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ റെസ്റ്റ് റൂം ഒക്കെ യൂസ് ചെയ്തു. പിന്നെ നമുക്ക് 2 സ്പൂൺ വേണമായിരുന്നു, നമ്മൾ അതൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. പാർക്കിംഗ് കിട്ടാനായിട്ട് ഏറ്റവും പാട് ചെയ്തുണ്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയായിട്ടാണ് കേട്ടോ. അതിൻ്റെ അപ്പുറ സൈഡിൽ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബെഞ്ചുള്ള സ്ഥലം നോക്കി അവിടെ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിന് മുമ്പ് നമുക്ക് വണ്ടിക്കകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കണം. ചിക്കൻ ഉണ്ടോ? നമ്മളിത് ഇങ്ങോട്ടേക്ക് നടന്നു കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ, ഈ റോഡിന്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറെ ബെഞ്ചൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു ബെഞ്ചിൽ കയറിയെന്ന് കഴിക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് ഇതുണ്ടോ, ആ മോട്ടോർവേയുടെ സൈഡിലുള്ള ഏതെങ്കിലും ഒരു ബെഞ്ചിലാണ് കേട്ടോ. ഇതാകുമ്പോഴേക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും ഉണ്ടല്ലോ ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്, വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ ചെറിയൊരു തണുപ്പുണ്ട്. നമ്മളിത് ഈ ഒരു വഴിക്കാണ് കയറി വന്നത് കേട്ടോ. മോട്ടോർവേയിൽ അവിടെ നിന്നാണ് ഇങ്ങോട്ട് എൻട്രൻസ്. നമുക്ക് ഇവിടെ കയറിയിട്ട് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ഈ ഒരു സൈഡിലാണ് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നറിനകത്ത് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം മോരൊഴിക്കാം, അതിനുശേഷം തൈര് ഒഴിക്കാം അല്ലേ? തൈരല്ല, സോറി, പരിപ്പ്. അജയ് ആണെങ്കിലുണ്ടല്ലോ നാട്ടിൽ നിന്നുള്ള നല്ല നെല്ലിക്ക അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ട്, മോരും. പിന്നെ നമുക്കത് ഇതുണ്ടോ, ഇത് പരിപ്പാണേ. അപ്പൊ എത്രയും പെട്ടെന്ന് കഴിക്കട്ടെ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അടിപൊളി സൂപ്പർ അച്ചാർ കേട്ടോ, നല്ല അച്ചാർ. ഇല്ല, ഒരച്ചാർ കഴിച്ചു തീർക്കട്ടെ, എല്ലാം കൂടെ കഴിച്ചു തീർത്ത് നാളെ ശരിയാവത്തില്ല. അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് പോയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫിഷിങ്ങിനുള്ള സ്ഥലം കണ്ടുപിടിക്കും. അതിനുശേഷം നാളെ രാവിലെ 8 മണിക്കാണ് നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഇത് 2 എപ്പിസോഡ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലമൊക്കെ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ച് പോകാനുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഭയങ്കര കടിയമ്പട്ടിയാന്ന് തോന്നുന്നു. അവൻ്റെ ദേഹത്ത് മറ്റേ വായിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കടിക്കാതിരിക്കാനായിട്ട്. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല അടിപൊളി ഒരു ബീറ്റിലാണല്ലോ ഇവിടെ കിടക്കുന്നത്. ആരോ വണ്ടി പഠിക്കുന്നതാന്ന് തോന്നുന്നു, ലേണേഴ്സിന്റെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പയ്യെ പുറത്തേക്ക് വണ്ടി എടുക്കുവാണ്. ഫുള്ള് നല്ല തിരക്കാണ്, എല്ലാവരുടെ കയ്യിലും ഓരോ കുഞ്ഞു പട്ടി ഉണ്ടായിരിക്കും. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് മോട്ടോർവേയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഏകദേശം ഒരു 10 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ട്രൂറോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതായത് നമ്മുടെ 2 സൈഡിലും എക്സ്ട്രീം എൻഡിൽ കടലാണ് കേട്ടോ. ഈ കോൺവോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലണ്ടന്റെ ഒക്കെ ഒരു ഇടത്തെ മാപ്പിൽ നോക്കുവാണെങ്കിൽ ഇടത്തെ സൈഡിൽ ഏറ്റവും താഴെയായിട്ട് വരും. നമ്മളാണെങ്കിൽ അതിന്റെ ഒരു സെന്ററിലാണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ഹൗസ് ആണ് കേട്ടോ, ഒരു വീടാണ്. അപ്പൊ നമ്മൾ പയ്യെ വീട്ടിലോട്ട് പോവാണ്. ഇതുണ്ടോ, ക്യാമറ ഉണ്ടെന്നാ പറയുന്നത്. ഇവിടെയൊക്കെ 30 മൈൽസ്/അവർ ആണ് സ്പീഡ് ലിമിറ്റ്. അപ്പൊ ഇവിടുന്ന് 1.1 മൈലേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. ഏകദേശം ഇതുണ്ട് മാപ്പിൽ അവിടെ ഇവിടെയൊക്കെ കുറെ നീല കാണുന്നുണ്ട് കേട്ടോ. കുറെ വഴിയും പുഴയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഞാൻ ജസ്റ്റ് മാപ്പിൽ ഈ ഒരു സ്ഥലം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇപ്പൊ നമ്മൾ പോകുന്നതിന്റെ സൈഡിൽ പുഴയുണ്ട്. ഓ അടിപൊളി, ബോട്ട്സ് ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ വരാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു റിവറിന്റെ സൈഡിൽ കൂടെയൊക്കെ മാർക്കറ്റുകളും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ UK ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നമുക്ക് ഫിഷിംഗ് ആയിട്ട്, കടലിൽ ഫിഷ് ചെയ്യാനായിട്ട് നമുക്ക് ലൈസൻസിന്റെ ആവശ്യമില്ല. ഏതൊരു സീസൺ ആണെങ്കിലും നമുക്ക് മീൻ പിടിക്കാൻ ലൈസൻസ് ഇല്ലാതെ. പക്ഷേ ഫ്രഷ് വാട്ടറിലാണെങ്കിൽ നമ്മൾ ലൈസൻസ് എടുക്കണം. ഞാനാണെങ്കിൽ ഫ്രഷ് വാട്ടറിൽ ഫിഷ് ചെയ്യാനുള്ള ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ പുഴകളിലും അതുപോലെ ഡാമുകളിലും കനാലുകളിലും ഒക്കെ മീൻ പിടിക്കാനായിട്ട് പറ്റും. പക്ഷേ എഗെയിൻ ആ ഒരു പുഴയോ കനാലോ ഡാമോ വേറെ ഏതെങ്കിലും ഒരു എന്നാ പറയുന്നത് അതോറിറ്റിയുടെ കീഴിലാണെങ്കിൽ നമ്മൾ അഗെയിൻ അവിടുന്ന് ലൈസൻസ് എടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ പെർ ഡേ നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. 290 യാർഡ്സിൽ നമ്മുടെ വീട് എത്തിയിട്ടുണ്ടോ. ഇവിടെയാണ് നമ്മുടെ വീട്. അതായത് 0.2 മൈൽസേ ഉള്ളൂ. എന്ത് രസമാണ് നോക്കിയ ബിൽഡിങ്സിന്റെ ഒക്കെ സ്ട്രക്ചർ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ മരത്തിലൊക്കെ പൂക്കൾ ഇരിക്കുന്നുണ്ട്. അത് പൂ മാത്രമല്ല, ചെടി വെച്ച് കിളിപ്പിച്ചിട്ട് പൂ ഉണ്ടാക്കുന്നതാണ്. നോക്കിയേ, നല്ല ഇൻക്ലൈൻ ആണ് കേട്ടോ. വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെയല്ല, നല്ല വലിയ കയറ്റമാണ്. പെർഫെക്റ്റ്. നമുക്ക് പാർക്കിംഗ് കിട്ടുമോ ഇല്ലയോ എന്നാണ് നമുക്ക്. പാർക്കിംഗ് ഉണ്ടല്ലേ.
ഓ അടിപൊളി. രണ്ട് സൈഡിലുള്ള ബിൽഡിങ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് സ്റ്റൈലാണ്. ഇതിനകത്ത് ഏതോ ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. ഓ നമ്മളെത്തി. പുള്ളിയെ വിളിച്ചു നോക്കി. ഞാൻ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരാവേ. അടിപൊളി. എല്ലാ വീടുകളും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ താമസിക്കാൻ പോകുന്ന വീട് ഇതാണ് കേട്ടോ. 31 നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഈ രണ്ട് സൈഡിലുള്ള വീടുകളും ഒരുപോലത്തെ വീടുകളാണ് കേട്ടോ. എല്ലാം ഒരുപോലത്തെയാണ്. ഇതുണ്ടോ, ഇതാണ് ചെടി. പക്ഷെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ മാത്രം ചെടികൾ പോവില്ല. അത് അവിടെയൊക്കെ നല്ല പൂക്കളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. വീടിനകത്തേക്ക് കയറാം. വീടിനകത്തേക്ക് നമുക്ക് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അൺലോഡ് ചെയ്ത് വെക്കണം. അത്രയും നേരം നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അത് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇവിടെയാണ് അവർ കീ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ലോക്കറാണ്. ഇത് കണ്ടല്ലോ. നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അവർ ഇമെയിൽ അയച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇമെയിൽ വന്നിരിക്കുന്ന ആ ഒരു നമ്പർ ഇത് ഇവിടെ എൻ്റർ ചെയ്യണം. തുറന്നിട്ടുണ്ട്. പെർഫെക്റ്റ്. സെൽഫ് ചെക്ക് ഇൻ ആണ് കേട്ടോ. അതിനുശേഷം ഇത് അടച്ചു വെക്കാം നമുക്ക്. അതുപോലെ തന്നെ ഈ ഒരു കീ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എത്രയാണ്, 100 പൗണ്ട് കൊടുക്കണം. അതുപോലെ തന്നെ കീ അകത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വരുന്നതിന് 50 പൗണ്ട് കൊടുക്കണം. അതുകൊണ്ട് എപ്പോൾ പുറത്തിറങ്ങിയാലും കീ എന്നെല്ലാവരും ഓർത്തോളൂ. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ ഫോട്ടോയിൽ കണ്ട വീടാണോന്ന് നമ്മള് ഫോട്ടോയിൽ കണ്ടിട്ടാണ് വീട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കയറിയിട്ട് നോക്കാം വീട് എങ്ങനെയുണ്ടെന്നല്ലേ. എന്നാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ കയറി, ഞാൻ പുറകെ കയറാം. ഇവരെ ഫ്രണ്ട് കയറ്റി വിടാവേ. നമ്മളിത് അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഒരു കുഞ്ഞു കോറിഡോറാണ്. ഇവിടെ എന്തോ ഉണങ്ങിയ ഇലയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കേറിയിട്ട് പറയാം. ഇതാണ് നമ്മുടെ ലിവിങ്. അടിപൊളി. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും നമുക്കൊരു ചെറിയ കിച്ചണും ഉണ്ട്. അതുപോലെ ഡൈനിങ് ഏരിയ ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അവിടെ ഇരിപ്പുണ്ടോ? അടിപൊളി. ബാത്റൂമിന് വാതിലില്ലല്ലോ. ആ വാതിലുണ്ട്. സ്ലൈഡിംഗ് ഡോർ. ആ എടി അടിപൊളി. ഇവിടെ 2-3 ദിവസം കൂടെ കൂടുതൽ നിന്നാലോ? ഇത് പെട്ടെന്ന് ബാത്റൂം ഒന്നും പറയത്തില്ല. ശ്രദ്ധിച്ചായിരുന്നോ? ഇത് കണ്ടോ, നല്ല വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബാത്റൂം. മേലോട്ടോ അല്ലെ. ശരിക്കും എക്സൈറ്റ്മെന്റ് കാരണം എല്ലാരും ഓടി നടക്കുവാണ്. ഇത് നമുക്ക് കൊടയുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നോ? നമുക്കൊരു കൊടയൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ട, ഒരു അടിപൊളി കൊടയൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ചെയ്ത് ലൈറ്റ്സ് എല്ലാം ഇട്ടെ. എല്ലാ ലൈറ്റ്സും ഇട്ടെ. നമുക്ക് മൊത്തം വീടിനെ ലൈറ്റ് ഒക്കെ ഇട്ട് കളർഫുൾ ആക്കാം കേട്ടോ. ഇവിടുത്തെ ലൈറ്റ്സ് ഇത് ഇവിടെയാണ് ലൈറ്റ്സ് കേട്ടോ. വാഷ് ബേസിൻ കണ്ടോ, നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ഈ ഒരു സൈഡിൽ തന്നെയാണ് വാഷ് ബേസിൻ. വളരെ ക്യൂട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ശരിക്കും പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈൽ തന്നെ വ്യത്യാസമല്ലേ. ഈ ഒരു വീട് എന്ന് പറഞ്ഞാണല്ലോ, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് കാണും. പക്ഷെ ഇവരിത് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. ഇത് കണ്ടോ, കിച്ചൺ ഏരിയ. ഇവിടെയാണെങ്കിൽ നമുക്കൊരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. നമുക്ക് മേളിലേക്ക് പോയാലോ? ബാബാ മേലോട്ട് പോയാലോ? ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ മേളിലേക്ക് കയറുവാണ് കേട്ടോ. തടി കൊണ്ടുള്ള സ്റ്റെപ്പുകളാണ്. ഇവിടെ ഒരു വലിയൊരു വിൻഡോ ഉണ്ട്. അഗൈൻ ഒരു മിറർ. ബെഡ്റൂംസ് 2 മേളിലാണ് കേട്ടോ. ഇതൊരു ക്ലീനിങ് ഏരിയ. നമുക്ക് സ്റ്റോറേജ് അത്യാവശ്യം ഒരു വാർഡ്രോബ് ഒക്കെ പോലെ. ഇവിടുന്ന് കയറുമ്പോഴേക്കും 2 സൈഡിലും ബെഡ്റൂം. എന്റെ അമ്മേ, എന്നാ ക്യൂട്ടാന്ന് നോക്കിയേ. ഇതുപോലത്തെ ഒരു വീട് വല്ല ഇവിടെ മേടിക്കാൻ കിട്ടുവാണെങ്കിൽ രസമല്ലേ. നമുക്കാണെങ്കിൽ ആരും ഇല്ലെങ്കിൽ പോലും അവർ നമുക്കുള്ള ടവൽസ്, ഷവർ ജെല്ല്, ഷാംപൂ, അതുപോലെ സോപ്പ് ജസ്റ്റ് ഫോർ യു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അഗൈൻ ഇവിടെ ഒരു മിറർ, വലിയ മിറർ. ഇതെല്ലാം ലൈഫ് പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാം ഒറിജിനൽ പ്ലാന്റ്സ് ആണ്. അതിനുശേഷം അകത്തേക്ക് വരുമ്പോഴേക്കും എല്ലായിടത്തും മിററാണ് കേട്ടോ. ഇതുണ്ടോ, എല്ലായിടത്തും മിററാണ്. അടിപൊളി ഒരു ബെഡ്റൂം. ഇതുണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, ഒരു ഫാനൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു കുട്ടി ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. വീട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോട്ടോയിൽ കണ്ടതിനേക്കാളും ഭംഗിയാണ് കേട്ടോ, അല്ലേ? നമ്മൾ ഫോട്ടോയിൽ കണ്ടതിനേക്കാളും ഭംഗിയാണ്. നമ്മൾ ഈ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ, ഫുൾ ആംബിയൻസ് അങ്ങ് മാറി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ചെറുതായിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു സൈഡ് സീയിന് പോകും. അതിനുശേഷം നാളെ രാവിലെയാണ് നമ്മുടെ ഫിഷിങ് വരുന്നത്. ഇതിനകത്ത് അജയ് ബോട്ടിൽ ഫിഷിങ്ങിന് പോയിട്ടുണ്ടോ? കടലിൽ ബോട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല. 5 പിന്നെ നമ്മൾ ലക്ഷദ്വീപിലൊക്കെ പോയി അല്ലേ, ഞങ്ങൾ പോയിട്ടുണ്ട് ഓൾറെഡി. അത് കുറച്ചും കൂടെ ഹെവി ആയിരുന്നു. ദീപ് പോയിട്ടുണ്ടോ കടലിൽ ബോട്ടിൽ? ഒരു ഫിഷിങ്ങിനും പോയിട്ടില്ല. ഞാൻ എനിക്ക് തോന്നുന്ന അവസാനമായിട്ട് മീൻ പിടിക്കാൻ പോയത് പഞ്ചാബിലോ? കടലിൽ ബോട്ടിൽ പോയിട്ടില്ലല്ലോ. ആണല്ലേ, എങ്ങും പോയിട്ടില്ല. അപ്പോ ഇവരുടെ 2 പേരുടെയും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. എന്താണെങ്കിലും നാളെ രാവിലെ 8 മണിക്കാണ് നമ്മുടെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ സെബിൻ സുരേഖ്, അഞ്ജു, അജയ്, ദിബു.
കറക്റ്റ് കറക്റ്റാ